ഓരോ രാഷ്ട്രീയ നേതാക്കളുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഡാപ്പി, കമ്മി, സംഘി, ചാണകം, ഈ സംഘർഷത്തിലും സംഘട്ടനത്തിലുമുള്ള വ്യക്തികളാണ് മറ്റുള്ളവരുടെ പുറത്ത് കുതിര കയറി മറ്റുള്ളവരെ ആക്രമിക്കുകയാണ് നിലനിൽക്കാൻ വേണ്ടിയിട്ട്. അധികാരം കണ്ണുകെട്ടിയ ഒരു രീതിയിലേക്ക് അധികാരികൾ മാറിയിട്ടുണ്ട്. വാക്ചാതുര്യം കൊണ്ട് പറഞ്ഞതിനെ ന്യായീകരിക്കുന്ന ഒരു രീതിയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് കാണുന്നത്. പേടിയാണ് വിശേഷിച്ചും അധികാരത്തിൽ ഇരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞ ഡയലോഗ്സ് മുഴുവൻ അറിയാതെ പുള്ളിയുടെ വായിൽ വരും. ഈ വാക്ചാതുര്യമൊന്നുമല്ല, ഇത് പറയുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ ഒരു വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ ആ വാക്ക് പറയുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആലോചിക്കണം. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എല്ലാവർക്കും തന്നെയും അധികാരം കയ്യിൽ കിട്ടിയാൽ വായിൽ വരുന്നത് എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് ആയി മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കാണുന്നുണ്ട്, പിണറായി വിജയൻ ആണെങ്കിലും പി ചിത്തരഞ്ജൻ ആണെങ്കിലും യു പ്രതിഭയാണെങ്കിലും ഇനി മറ്റു പാർട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപി ആണെങ്കിലും ഇത്തരത്തിൽ വായിൽ വരുന്ന എല്ലാം പറയുന്ന അല്ലെങ്കിൽ സാഹചര്യം മനസ്സിലാക്കാതെ അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. പിണറായി വിജയനെ സംബന്ധിച്ച് PR എഴുതി കൊടുക്കുന്ന പ്രസംഗത്തിനപ്പുറത്തേക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അതെല്ലാം പൊട്ടത്തരായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ യഥാർത്ഥ കാരണം എന്താണ്? ഇനിയും അധികാരം മോഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ അധികാരം കണ്ണുകെട്ടിയ ഒരു രീതിയിലേക്ക് അധികാരികൾ മാറിയിട്ടുണ്ടോ? ഇതിനകത്ത് ഇപ്പോ ഞാൻ സംസാരിക്കുമ്പോഴാണെങ്കിലും ഹർഷ സംസാരിക്കുകയാണെങ്കിലും നമ്മുടെ വാക്കുകളിലൂടെ നമ്മൾ സ്വയം നിർവചിക്കപ്പെടുകയും കൂടെ ചെയ്യുകയാണ്. അതെ, തീർച്ചയായിട്ടും. മനസ്സിലായില്ലേ? ഇതെല്ലാം എവര് ഈ പറഞ്ഞ ഹർഷ ഇപ്പൊ സൂചിപ്പിച്ചിട്ട് വാക്കുകൾ ഉപയോഗിച്ച വ്യക്തി ഇപ്പം മറ്റേ പിണറായി വിജയൻ അസംബ്ലി പറഞ്ഞ എട്ട് മുക്കാലട്ടി ഇട്ടതുപോലെയുള്ള സാധനമായാലും രണ്ട് പി ചിത്തരഞ്ജൻ പറഞ്ഞിട്ടുള്ള ക്രൂരതയായി. അത് ഷെയ്മിങ് അല്ലത്. അത് പലരും ഈ ബോഡി ഷെയ്മിങ് എന്നാ പറയുന്നത്. അത് ബോഡി ഷെയ്മിങ് അല്ല, അത് ക്രൂരതയായി. ഇപ്പൊ രണ്ട് കാലും ഇല്ലാത്ത ഒരു മനുഷ്യന്റെ ചന്തിയിൽ ഒരു ഉറുമ്പ് കയറിയാൽ ആ മനുഷ്യനെ ഉപയോഗിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു അവസ്ഥയിലാണ് അത് അങ്ങനെ ഒരു നിമിഷം ഒന്ന് ആലോചിക്കാൻ. ഇതിനാണ് എമ്പതി എന്ന് പറയുന്നത്. ഈ എമ്പതി എന്ന് പറയുന്ന സഹാനുഭൂതി എന്നൊരു സാധനം മനുഷ്യന് മാത്രം പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ്. ഒരു മനുഷ്യന്റെ ക്വാളിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് നമ്മളുടെ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും ഈ ഒരൊറ്റ സംഗതി നോക്കിയാൽ മതി. എമ്പതി, അതായത് സഹാനുഭൂതി. അതായത് മറ്റൊരാളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പം നമ്മൾ ഈ പറയുന്ന വാക്കുകൾ എങ്ങനെ അയാൾക്ക് അനുഭവപ്പെടും എന്ന് തോന്നി ഒരു നിമിഷം അത് അറിഞ്ഞ് സംസാരിക്കുന്ന വ്യക്തികളെയാണ് ഈ എമ്പതി ഉള്ളവർ അല്ലെങ്കിൽ സഹാനുഭൂതി ഉള്ളവരാണ്. ഒരു മനുഷ്യന് ആവശ്യമായ സാധനമാണ്. ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു നേതാവ് എപ്പോഴും നേതാവാകാൻ കാരണം ജനങ്ങളുടെ, അതിനാണ് ഈ പൾസർ ചെയ്യുക എന്ന് പറയുന്നത്. അല്ല ചുമ്മാ ജനങ്ങളുടെ നമ്മളെ പോയി പിടിച്ചു നോക്കിയിട്ടല്ലോ പൾസർ ചെയ്യുന്നത്, അല്ലേ? അപ്പൊ ജനങ്ങളുടെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന ഒരു മെമ്മോറാണ്ടം, അതല്ലെങ്കിൽ അവരുടെ ചില നിവേദനങ്ങൾ, ഇതിലൂടെയൊക്കെ നമുക്കൊരു ഭരണാധികാരിക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയണം. അവരുടെ സംഭാഷണങ്ങളിലുള്ള ആവശ്യങ്ങൾ കേൾക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ എമ്പതി എന്നുള്ള ഫാക്ടർ, ഈ എമ്പതി എന്നുള്ള സാധനം ബിഗ് സീറോ ആയി കേരളത്തിൽ മാറി. അപ്പൊ ഓരോ രാഷ്ട്രീയ നേതാക്കളുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അധികാരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉള്ള അധികാരം ഭയങ്കര സുഖം നൽകുന്ന ഒരു സംഗതിയാണ്. അത് കൈവിട്ടു പോകാതിരിക്കാൻ എന്തും പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക്. അപ്പൊ സ്വന്തം സുഖത്തിനെ മുഖ്യ കേന്ദ്ര ബിന്ദുവാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തുന്നത്. അതിൽ യാതൊരു സംശയത്തിന്റെ ആവശ്യമില്ല. കാര്യം അവര് നിർവചിക്കുകയാണ്, അവർ സ്വയം നിർവചിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഉദാഹരണത്തിന് ഏതിപ്പോ നമ്മളിപ്പോ ഒരു മന്ത്രിയുടെ അടുത്തോ അല്ലെങ്കിൽ നേതാവിന്റെ അടുത്തോ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഡിഫൻസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഒരാൾ ഡിഫൻസിലേക്ക് പോകുന്നത്? ഒരു വ്യക്തി, അത് വ്യക്തിപരമായിട്ടുള്ള സംഗതിയാണെങ്കിൽ ഇപ്പൊ ഇന്ന് കേരളത്തിൽ നടക്കുന്ന മുഴുവൻ ഈ ഡിഫൻസാണ്. ഡിഫൻസ് ഇപ്പൊ വ്യവഹാര സമിതികളുടെ മുമ്പിൽ, അതായത് കോടതി പോലുള്ള സംഗതികളുടെ മുമ്പിൽ ഈ ഡിഫൻസും അല്ലെങ്കിൽ ആർഗ്യുമെന്റും ആവശ്യമാണ്. ഇതിന് പുറത്ത് ഇതിന് പ്രസക്തിയില്ല. നിലപാടുകൾ പറയാം, എന്റെ ഇതാണ് ധാരണ എന്ന് പറയാം. കാര്യം അവിടെ വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുകയാണ്. ഒന്നിലേറെ വ്യക്തികൾ അതായത് സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇന്റർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു വലിയ പ്രോസസ്സുണ്ട്. ഇപ്പൊ നമ്മൾ രണ്ടും കൂടി ഈ സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ ഇന്റർ തിങ്കിങ് ആണ്. അപ്പൊ നമ്മൾ ഈ രണ്ടുപേരുടെ, ഇപ്പം ഹർഷ ഒരു ചോദ്യം എൻ്റെ അടുത്ത് ചോദിക്കുന്നു, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അത്തരൊരു ചോദ്യം കേൾക്കുന്നത്. അപ്പൊ എൻ്റെ ഉള്ളിൽ തോട്ട് പ്രോസസ്സ് ഉണ്ടാവുന്നു, അത് തിരിച്ച് ഹർഷ കേൾക്കുന്നു, ഇത് കാണികൾ കേൾക്കുന്നു, ഓരോരുത്തരും കേൾക്കുന്നു, അവരുടെ ഉള്ളിൽ ചിന്തയുണ്ടാവും. ഇങ്ങനെ ഇന്റർ തിങ്കിങ്ങിലൂടെയാണ് ഈ സാമൂഹികമായിട്ടുള്ള ഒരു ഗുണപരമായ മാറ്റം ഉണ്ടാവേണ്ടത്. പക്ഷെ ഇത്തരം ഒരു സ്പേസിലാണ് ഈ വൈകൃതങ്ങൾ ഇവരെല്ലാം പറയുന്നത്. ഇപ്പൊ സുരേഷ് ഗോപി, അദ്ദേഹം ഒരേ സമയത്ത് രാജാവ് എന്ന് പറയുന്നു, പ്രജകളാണ് രാജാവ് എന്ന് പറയുന്നു.
അങ്ങനെയാണെങ്കിൽ പിന്നെ രാജാവ് എന്ന് പറഞ്ഞാൽ പോലെ. വാക്ചാതുര്യം കൊണ്ട് പറഞ്ഞതിനെ ന്യായീകരിക്കുന്ന ഒരു രീതിയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് കാണുന്നത്. ഈ വാക്ചാതുര്യമൊന്നുമല്ല, ഇത് പറയുന്ന സമയത്ത് നമ്മളുടെ ഉള്ളില് ഒരു വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ ആ വാക്ക് പറയുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആലോചിക്കണം. ആലോചിച്ച് വരുമ്പോൾ കൃത്യമായിട്ട് ക്ലാരിറ്റി വരുന്നുണ്ടെങ്കിൽ കൃത്യമായ വാക്ക് വരും. ഇതെന്തുകൊണ്ടാണ് പറയുന്നത് എന്താണെന്ന് ഉള്ളിൽ ക്ലാരിറ്റി ഇല്ലാത്തതിന്റെ പ്രശ്നം കൊണ്ടാണ്. അതെ, മാത്രമല്ല സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സ്വയം ഒരു രാജാവാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങൾ പോലും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വായിൽ നിന്നും പ്രജ എന്നുള്ളൊരു വാക്ക് വന്നതിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. കാരണം അദ്ദേഹം ജനങ്ങളോട് പെരുമാറുന്ന രീതി അങ്ങനെയാണ്. അദ്ദേഹത്തിനെ സ്വാധീനിച്ചിട്ട് ഞാൻ നോക്കുന്നത് അദ്ദേഹം കുറെ പൊളിറ്റിക്കൽ മൂവീസിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞ ഡയലോഗ്സ് മുഴുവൻ അറിയാതെ പുള്ളിയുടെ വായിൽ നിന്ന് വരുന്നുണ്ട്. അതെ, പഠിച്ചു വെച്ച സാധനങ്ങൾ മനസ്സിലായില്ലേ? അത് ഈ പറഞ്ഞതുപോലെ പഞ്ച് ഡയലോഗ് വരുന്നുണ്ട് സാധനം. അതാണ് പുള്ളിക്ക് കുഴപ്പം ചെയ്യുന്നത്. അല്ല പുള്ളിക്കൊരു പ്രത്യേകമായൊരു പൊളിറ്റിക്കൽ തിങ്കിങ്ങോ അതേ സമയത്ത് വലിയ അപകടകാരിയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. സുരേഷ് ഗോപി ഒരു മനുഷ്യനെന്ന നിലയിൽ അത്ര വലിയ അപകടകാരിയോ അല്ലെങ്കിൽ കള്ളത്തരങ്ങളോ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് കേട്ടോ. അത് നമ്മൾ കൂട്ടത്തിൽ പറയണം. പക്ഷെ വലിയൊരു തോട്ട് പ്രോസസ്സോ ചിന്തയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉള്ള വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്. അതെല്ലാം എന്നുണ്ടെങ്കിൽ പ്രജകളാണ് രാജാവെന്നുണ്ടെങ്കിൽ ഇന്ന് ജനങ്ങളാണ് രാജാക്കന്മാര്. പിന്നെ ഞങ്ങൾ നിങ്ങളുടെ പ്രജകളല്ല, പ്രജയാണ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അല്ലാതെ മറ്റേത് പ്രജ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളിൽ രാജാവും പ്രജയും. അപ്പൊ അതേപോലെ തന്നെ ഓരോ ഇപ്പൊ 8.25 അട്ടിയിട്ട ഇല്ലേ? ഈ 8.25 അട്ടിയിട്ട എന്ന് പറയുമ്പോൾ അത് പറഞ്ഞ വ്യക്തിയുടെ ഉള്ളില് ആരെയാണോ ഷെയിം ചെയ്യാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അതായത് ഇതിന്റെ എല്ലാം സംഗതി എന്ന് പറഞ്ഞാൽ എതിർക്കുന്ന വ്യക്തിയെ മോശക്കാരനാക്കുക, മാനസികമായി തളർത്തുന്ന ഒരു രീതി, വൈകാരികമായി കൊല്ലുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലുള്ള സംഗതി. ഇത് ഭീരുക്കൾ ഏർപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. ഇപ്പൊ ഷെയിം ചെയ്യുക, അത് ഏത് ഷെയിമിങ് ആണെങ്കിലും. ഇപ്പൊ ഒരാളെ നമ്മൾ അന്തം കമ്മി എന്ന് വിളിക്കുന്നു, അതൊരു ഷെയിമിങ് ആണ്. അത് അങ്ങനെ വിളിക്കുമ്പോൾ നിങ്ങൾക്കൊരു മോശം ഉണ്ടാവുകയും ആ മോശം ഉണ്ടാവുന്നതിലൂടെ നിങ്ങൾ താഴുകയും നിങ്ങൾ വൈകാരികമായി ഇല്ലായ്മയാവുകയും അതിലൂടെ എനിക്ക് നിലനിൽപ്പ്. മനസ്സിലായില്ലേ? നിങ്ങളെ ചെറുതാക്കിക്കൊണ്ട് ഞാൻ കേമനാവുക. അപ്പൊ നിങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഞാൻ കേമനാവുക. നിങ്ങൾ വലുതായി നിങ്ങളെ ജയിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകും, എന്റെ നിലനിൽപ്പില്ലാണ്ടായി പോകും, എന്റെ അസ്തിത്വം ഇല്ലാണ്ടായി പോകുന്നുള്ള പേടിയിൽ നിന്നാണ് ഈ സംഗതി വരുന്നത്. അങ്ങനെയുള്ളവരാണ് ഈ ആദ്യം എന്ത് ചെയ്യും, വളരെ ഇപ്പൊ നമ്മൾ പുരോഗമനം എന്ന് പറയത്തില്ലേ, പിന്തിരിപ്പൻ ചിലർ പറയാറുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മറ്റൊരു വ്യക്തി ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഉടനെ അയാളൊരു ലേബലം കിട്ടി, പിന്തിരിപ്പൻ, ചെറുതാക്കി കാണിച്ചു. ഞാൻ പറയുന്ന വ്യക്തി പിന്തിരിപ്പനല്ല, പുരോഗമനവാദിയാണ് എന്ന് ഇൻഡയറക്ട്ലി എസ്റ്റാബ്ലിഷ് ചെയ്ത് സ്വയം തൃപ്തി അടയാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? സുഡാപ്പി, എന്താണ് പിന്നെ കമ്മി, സംഖി, ചാണകം, ഇതെല്ലാം ഇത്തരം പ്രക്രിയ. ഇതിന്റെ ഒരു നെക്സ്റ്റ് ലെവലാണ് എന്താണെന്ന് അറിയാമോ? തെരുവിളിയാണ്. തെരുവിളിയുടെ LKG ആണ് ഈ സംഗതി. UKG ആണ് തെരുവിളി. 1ാം സ്റ്റാൻഡേർഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഏറ്റുമുട്ടൽ, വാക്കുകളുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ശാരീരികമായിട്ട് ഏറ്റും. അതാണ് ഇപ്പൊ നിയമസഭയിൽ കാണുന്നത് സാർ. അപ്പൊ ഇതെല്ലാം ഇതൊരു പ്രോഗ്രഷനാണ് സാർ. അപ്പൊ ഇത് കാരണം നമ്മുടെ കേരള സൊസൈറ്റിയിൽ വയലൻസ് ആണ് ഉപയോഗിക്കുന്നത്. അത് വയലൻസ് എന്തുകൊണ്ട് വരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തികളുടെ ഉള്ളിലൊക്കെ സംഘർഷവും സംഘടനവുമാണ്. ഈ സംഘർഷത്തിലും സംഘടനത്തിലുമുള്ള വ്യക്തികളാണ് ഇത്തരത്തിലുള്ള ഡിഫൻസിലേക്കും ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്ത് മറ്റുള്ളവരുടെ പുറത്ത് കുതിര കയറി മറ്റുള്ളവരെ ആക്രമിക്കുകയാണ് നിലനിൽക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മളൊരാളെ ആക്രമിക്കുന്ന എന്തിനാണ്? നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി. ശരിക്കും പറഞ്ഞാൽ പേടിയാണ്. നമ്മൾ കീഴ്പ്പെടുത്തി ഇല്ലാണ്ടായി പോകുന്നുള്ള പേടിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സ്വഭാവം ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ സ്വഭാവം എന്നറിയാവോ? അല്ല, ഇതാണ് നായയുടെ സ്വഭാവം. ഒരു നായ അതിന്റെ ഉള്ളിൽ ഫിയർ ജനറേറ്റ് ചെയ്യുമ്പോഴാണ് അറ്റാക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഇപ്പൊ നല്ല എക്സ്പേർട്സ് ഉണ്ട് ഈ നായക്കടിയിൽ. എത്ര വലിയ കടിക്കുന്ന പട്ടി, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എത്ര വലിയ കടിക്കുന്ന പട്ടിയാണെങ്കിലും പുള്ളി ധൈര്യമായിട്ട് പോയി അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. ആ പട്ടി വളരെ സൈലന്റ് ആയിട്ടൂടെ കിടക്കും. കാര്യം അയാൾ പേടിയില്ലാണ് അതിൻ്റെ അടുത്തേക്ക് പോകുന്നത്. കാര്യം അതിന്റെ സ്വഭാവം അറിയാമെന്നുണ്ട്. അപ്പൊ ഇത് ഇപ്പൊ നാടിൽ മുഴുവൻ എന്തുകൊണ്ടാണ് ഈ ആൾക്കാരെ തെരുവ് നായ ഓടിച്ചിട്ട് കടിക്കുന്നത്? ഭയമാണ് എല്ലാവർക്കും. ഒരു നായ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുക ചെയ്യുന്നു. പെട്ടെന്ന് ഈ നായ പേടിക്കുന്നു. അപ്പൊ ആ നായ പേടിക്കുമ്പോൾ അതിന് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ ആക്രമിച്ചേ പറ്റൂ, ഓടിച്ചിട്ട് കടിക്കുന്നു.
അപ്പൊ ഈ ഒരു ക്യാരക്ടറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ന് നമ്മുടെ പൊതുസമൂഹത്തിൽ കാണുന്ന ഷെയ്മിങ്ങിന്റെ ആണെങ്കിലും തെറിവിളി ആണെങ്കിലും ഒക്കെ ഈ ഒരു ക്യാരക്ടറാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇവരുടെയൊക്കെ ക്യാരക്ടർ കാണുന്നത് നമ്മളിലേക്ക് ഒരു മൃഗത്തിന്റെ അംശമുണ്ട്. പക്ഷെ ആ മൃഗത്തിന്റെ അംശം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കാണിക്കേണ്ട ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സിംഹത്തിന്റെ ക്യാരക്ടറാണ് കാണിക്കേണ്ടത്, വിശേഷിച്ചും അധികാരത്തിൽ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് രാജാവിന്റെ ഇരിപ്പിടത്തിന്റെ പേരെന്താണെന്നറിയോ? സിംഹാസനം. സിംഹാസനം. രാജാവ്, കാട്ടിലെ രാജാവാരാണ്? സിംഹം. അതേപോലെ നാട്ടിലെ നമ്മൾ ജന്തുവംശത്തിന്റെ ആളാണല്ലോ. അപ്പോ ജന്തുവിന്റെ സ്വഭാവം കാണിക്കണം, അതിൽ രാജാവായിരിക്കണം, നായയുടെ ആയിരിക്കരുത്. ഒരു ചെറിയ സംഭവം ഒന്നും കണ്ട് രാജാവ് കുലുങ്ങാൻ പാടില്ല. രാജാവ് സ്വന്തം നിലയ്ക്ക് മാത്രമേ നായാട്ടിനടത്തി ഇത് മൃഗങ്ങളെ പിടിച്ച് കഴിക്കത്തുള്ളൂ. വല്ലവനും കഴിച്ചതിന് ബാക്കി കഴിക്കത്തില്ല, അല്ലേ? ഇതായിരിക്കണം. അതുകൊണ്ടാണ് സിംഹ ആസനം, സിംഹമായിരിക്കണം. അതേപോലെ തലയിലൊരു കിരീടം വയ്ക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻലൈറ്റ്മെന്റിനെ സൂചിപ്പിക്കുന്നതാണ്. അത് ഋഷി പോലെ ആയിരിക്കണം അവന്റെ ചിന്ത. അപ്പൊ ഈ ഒരു വലിയൊരു കൺസെപ്റ്റിൽ നിന്നാണ് ഈ കസേര പോലെ സിംഹാസനം എന്നുള്ള ഇതുണ്ടായിരിക്കുന്ന സാധനം. അപ്പൊ അതിന്റെ സ്ഥലത്ത് ഈ ഒരു വ്യക്തി നമ്മളിലെല്ലാം ഈ ജന്തുക്കളുണ്ട്. ഈ ജന്തുക്കളിലെ ഏത് ജന്തുവിന്റെ സ്വഭാവം നമുക്ക് സ്വീകരിക്കാം, നമ്മുടെ ചോയ്സാണ്. അത് നമുക്ക് സിംഹത്തിന്റെ സ്വഭാവം സ്വീകരിക്കണോ? സിംഹം അനാവശ്യമായിട്ട് ആരെയും ആക്രമിക്കത്തൊന്നുമില്ല. അതിന് വിശപ്പുണ്ടെങ്കിൽ നല്ല ആരോഗ്യമുള്ള ഒരു മൃഗത്തിനെ പോയി ഓടിച്ചിട്ട് പിടിച്ചു തിന്നും, അല്ലേ? അപ്പൊ നമ്മൾക്ക് ആരുടെ സ്വഭാവം കാണിക്കണം നമുക്ക് തീരുമാനിക്കാം. ഇപ്പോഴത്തെ അധികാരികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നായയുടെ സ്വഭാവം. അതൊന്നും ഞാൻ പറയുന്നില്ല. അത് അവർക്ക് ഇഷ്ടമുള്ളവർ തീരുമാനിക്കാം. ഏത് പുലിയുടെ വേണേ പുലിയാകാം, സിംഹത്തിന്റെ വേണമെങ്കിൽ സിംഹത്തിന്റെ ആകാം, അതല്ല ഇനി ചെന്നായുടെ വേണമെങ്കിൽ ചെന്നായുടെ ആകാം. അതല്ല ഈ ഉദാഹരണത്തിന് നമ്മുടെ ഇഷ്ടംപോലെ നാട്ടുകാരുണ്ട് ഇവിടെ. ഇപ്പോ ഒരു ഈ ചില സിനിമാ നടികളൊക്കെ കടകൾ ഉദ്ഘാടനം ചെയ്യാൻ ഓടിക്കൂടുന്ന ആൾക്കാരുണ്ട്. അവർക്കും വേണമെങ്കിൽ നിശ്ചയിക്കാം താൻ ഏത് മൃഗമാണ്. ഇപ്പൊ ഒരുപാട് മൃഗങ്ങളുണ്ട് ഇവിടെ. വേണമെങ്കിൽ കുതിരയാകാം, കഴുതയാകാം. നമുക്ക് ഇഷ്ടമുള്ള മൃഗത്തിന് നമ്മുടെ ചോയ്സ് അനുസരിച്ചിട്ട് സ്വീകരിക്കുക.